ഉണ്ട്. അത് ഭയങ്കര സംഭവബഹുലമായൊരു കാര്യമാണ്. ട്രെയിൻ ആക്ച്വലി ന്യൂഡൽഹിയിൽ നിന്നായിരുന്നു സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ്. വൈകുന്നേരം 8 മണിക്ക് 8:10 ട്രെയിൻ. 8:10 ട്രെയിൻ. ഞാൻ മറ്റേ നിസാമുദ്ദീൻ റെയിൽവേ അവിടെ പോയിട്ട് അവിടെ ഞാൻ വന്നിട്ട് ഇറങ്ങി. അതിൻ്റെ അടുത്ത് സ്റ്റേ ചെയ്തത്. തിരിച്ച് നമ്മുടെ കോൺഫറൻസും കാര്യങ്ങളും അതിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മളവിടെ ഉള്ള നിയർ ബൈ കോളേജിലും കാര്യങ്ങളൊക്കെ വിസിറ്റൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ആദ്യ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ട് ഒരു 5 മണി കഴിഞ്ഞ് നമുക്ക് അവിടെ വന്നിരിക്കണം. 8 മണിക്കാണ് ട്രെയിൻ. അപ്പം സമാധാനം മറ്റേ പ്ലാറ്റ്ഫോം നമ്പർ 3 കൺഫേം ആയിട്ടുള്ളത് വരികയാണ്. ഒരു 7 മണിയായപ്പോഴേക്കും സാധാരണ ട്രെയിൻ അവിടെ നിന്ന് സ്റ്റാർട്ടിങ് വന്നിട്ട് ട്രെയിൻ ആ ബസ്സൊന്നും കാണുന്നില്ല. നമുക്ക് അനൗൺസ്മെൻ്റ് ഒന്നും കാണും കേൾക്കും. എനിക്ക് ചെറിയ ഡൗട്ട്. ഞാൻ ദൈവം തോന്നിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് നോക്കി. നിസാമിൽ നല്ല ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ നിന്നാണ്. വരാൻ പറ്റിയതാണ്. കൊല്ലമോ സമയം 7:15 ഓടിപ്പിടിച്ച് അതിൻ്റെ അടുത്ത് നിന്ന് അറിയാം. ഈ പെട്ടികളും ബാഗും പിന്നെ ഒരു ബാക്ക് പാക്കായിട്ട് ഓടിപ്പിടിച്ച് ബ്ലോക്കൊക്കെ നിങ്ങൾക്കറിയാം. അതിനുശേഷം ഞാൻ ആയപ്പോൾ 2 പ്രാവശ്യം അതൊരു ഊബർ ഓട്ടോ ബുക്ക് ചെയ്തു. ഓട്ടോക്കാരൻ്റെ പൊട്ടിക്കില്ല. അവിടെ ഡയറേഷൻ അടുത്തെങ്കിൽ ടോളൊക്കെ കൊടുക്കണം. ആദ്യം ടോളിനെ കൊടുത്തപ്പോൾ നമുക്ക് ഈ ലാംഗ്വേജ് പേരുകളുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനാണ് അവനും മനസ്സിലാവുന്നത്. ആകെപ്പാടെ തലവേദന. പിന്നെ അത് ഞാൻ ക്യാൻസൽ ചെയ്തൊരു ബൈക്ക് റൈഡ് ബുക്ക് ചെയ്തു. മണ്ടങ്ങനാണെങ്കിൽ അവിടെയൊക്കെ തിരികെ കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു ഉറപ്പ് ദൈവമേന്ന് പറഞ്ഞൊരു ഓർഡർ മരം ആൽമരം വന്നു. എൻ്റെ തൊട്ടടുത്ത് നിന്ന് ഒരു സ്കൂട്ടറുകാരൻ വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് ആദ്യം മനസ്സിലായില്ല. അവൻ ഓള ഓടണൊരു അവനല്ല ഒരു ചേട്ടനാണ്. പുള്ളിയായിരുന്നു. ചേട്ടാ ഊബറാണെന്ന് വെച്ചു. ഊബറല്ല, ഞാൻ ഓലയിൽ ഇതിൽ ഓലയുടെ ആപ്പ് ഉണ്ടായിരുന്നില്ല. ഡൗൺലോഡ് വന്നില്ല. ഞാൻ പുള്ളിയോട് ചോദിച്ചു, എനിക്ക് 8 മണിക്ക് ട്രെയിൻ ഉണ്ട്. ഞാൻ 8 മണിക്ക് ട്രെയിനാണ്. ഇവിടുന്ന് ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് 7 കിലോമീറ്റർ ഉണ്ട്. ആക്കി തരാമെന്ന് വെച്ചു. പുള്ളി പറഞ്ഞ് ഞാൻ എത്ര ചോദിച്ചു. ഞാൻ പറഞ്ഞ 100 രൂപ എന്ന് പറയും. പുള്ളി പറഞ്ഞാൽ അതിൽ ഫുള്ളാകുമ്പോൾ അത് എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ 150 രൂപ. അപ്പോൾ സീനില്ല. പിന്നെ കറക്റ്റ് 8 മണിക്കുള്ള എത്താനാന്ന് പറയും. അതായത് ഡൽഹി പോലുള്ള സ്ഥലത്ത് ഇതൊക്കെ പറഞ്ഞാൽ ഭയങ്കര സിനിമാറ്റിക്കായിട്ട് തോന്നും. ഒരു പുള്ളി ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോൾ ദൈവം വിട്ടതാണ്. തൊട്ടടുത്ത് വന്ന് തോന്നും. പുള്ളി റൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ പുള്ളിയോട് ചോദിക്കണം. അല്ലെങ്കിൽ പുള്ളി ഞാൻ കാര്യം പറഞ്ഞു. ഞാനും പുള്ളിയും കൂടി മറ്റേ സിനിമാറ്റിക് സ്റ്റൈലിൽ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഇടയിൽ അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് അടക്കം കയ്യിൽ പെട്ടിയൊക്കെ താഴെ ഇടും. അതൊക്കെ പിന്നെയും പെറുക്കിയെടുക്കും. പുള്ളി 2 സിഗ്നലൊക്കെ തെറ്റിച്ച്. പിന്നെ അതൊക്കെ നോർമലായിട്ട് കുഴപ്പമില്ല. ഒരു കണക്കിന് ഒരു 8-ന് 10 മിനിറ്റ് ഉള്ളപ്പോൾ പുള്ളി എന്നെ എത്തിച്ചവിടെ. സന്തോഷം എനിക്ക്. പുള്ളി പറഞ്ഞ സ്കൂൾ കൊടുക്കുകയും ചെയ്തു. ഓടി വന്ന് ട്രെയിനിങ് കയറി. അതാണ് നമ്മുടെ മൈൻഡ് ആക്ച്വലി അത് പോയില്ല. കാരണം വന്നിറങ്ങിയത് നിസാമുദ്ദീനാണ്. നമ്മൾ വർക്ക് ചെയ്തായതുകൊണ്ട് എൻ്റെ വിചാരം ട്രെയിൻ അവിടെ നിന്ന് തന്നെയാണ്. സാധനം അവിടെ സ്റ്റോപ്പിംഗ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് സ്റ്റോപ്പ് കാണില്ല. പിന്നെ എന്തോ മധുര എന്ന് പറയുന്ന സ്ഥലമാണ് നെക്സ്റ്റ് സ്റ്റോപ്പ് ആണുള്ളത്. തമിഴ്നാട്ടിലെ മധുരമല്ല കേട്ടത്, വേറൊരു മധുരമുണ്ട്. ദൈവം അനുഗ്രഹിച്ച് എൻ്റെ വണ്ടിയിൽ നിന്ന് പ്രാർത്ഥന, ദൈവമേ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, എനിക്ക് വഴിയൊക്കെ ക്ലിയർ ആക്കി തരണേ, പെട്ടെന്ന് ചെയ്യണേ, അപകടമില്ലെന്ന് പറഞ്ഞു. പ്രാർത്ഥന കേട്ട് നൈസായിട്ട് എത്തി. സീനില്ലാതെ റെഡിയായി. ഇത് പ്രീമിയം തത്കാലം ബുക്ക് ചെയ്ത് 5,700 സംഖ്യ കൊടുത്ത് ബുക്ക് ചെയ്തതാണ്. ഇതങ്ങനെ മിസ് ചെയ്തിരുന്നെങ്കിൽ കപൂർ സ്കിനായി. പിന്നെ ദിവസങ്ങൾ പോണ പോക്ക് വേറെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥന കേൾക്കും. നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കൊണ്ടുവരും. ഇങ്ങനെ ആലോചിക്കും. ഇത്രയും ബ്ലോക്ക് പിന്നെ ഈ ഡൽഹി പോലെന്ന് അറിയാം. നമ്മുടെ നാട്ടിലെ പോലൊന്നുമല്ല. ഇങ്ങനെ ചെറിയ സഹായം കിട്ടണം, അല്ലെങ്കിൽ ആൾക്കാർ സംസാരിച്ച് പെരുമാറണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവം തന്നെ വേണം. എന്തായാലും ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനൊരു അനുഗ്രഹം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്.